ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് പഴുത്ത ചക്ക വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കച്ചുള എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള ചക്കയാണ്. അത് തിന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത ശേഷം ഒരു 1.5-2 കപ്പോളം ഉണ്ട് കേട്ടോ അത്. ഇനി 2 കപ്പ് മൈദ, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക ആദ്യം. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. എന്നാലേ കേക്ക് സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. മാറ്റി വെക്കാം. ഇനി മിക്സിംഗ് ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ അതിലേക്ക് തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. സാധാരണ ഷുഗറാണെങ്കിലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഏകദേശം 1.5 കപ്പോളം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. വിസ്ക് കൊണ്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. ഇത് നന്നായി ഫ്ലഫി ആയിട്ട് വരണം. അതുവരെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച മൈദ കുറച്ചായിട്ട് ഇട്ട് ഇളക്കാം. ആദ്യം കുറച്ച് മൈദ ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ഓയിലാണ് ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഒഴിക്കുക. ഓയിലിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് ചൂടാറിയ ശേഷം അത് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ മുഴുവൻ മൈദയും ഓയിലും കൂടെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തിക്ക കൂടുതലാണെങ്കിൽ കുറച്ച് പാലൊഴിക്കുക. 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് പാല് പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ചക്ക ചേർക്കാം. ഞാൻ ചക്കയിൽ കുറച്ച് മൈദപ്പൊടി മിക്സ് ചെയ്തത് വിതറിയിട്ടൊന്ന് കോട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അത് ഇളക്കിയിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. അപ്പം ഞാൻ 2 പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രെഡൊക്കെ ഉണ്ടാക്കണ ഒരു സിലിക്കോണിൻ്റെ മോൾഡിൽ കുറച്ച് ഇട്ടു. ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് മാറ്റിയേക്കാം. അതുപോലെ ഒരു ചെറിയൊരു റൗണ്ട് ടിന്നിലും കൂടെ ഞാൻ ഇടുന്നുണ്ട്. 180 ഡിഗ്രിയിൽ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിലേക്ക് നമ്മൾ 160 ഡിഗ്രിയിലാണ് വെക്കുന്നത് കേട്ടോ. താഴത്തെയും മേലത്തെയും റോഡ് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. 50 മിനിറ്റാണ് ഞാൻ വെച്ചത് കേട്ടോ. അപ്പോൾ താഴെയും മേലേക്ക് നല്ല പാകത്തിന് ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇത്തിരി ചൂടാറിയ ശേഷം നമുക്കിതിന്ന് മാറ്റാം, പാത്രത്തിൽ നിന്ന് മാറ്റാം. ഞാനിതിൽ ബട്ടർ പേപ്പറൊന്നും സൈഡിൽ വെക്കാത്തതുകൊണ്ടാണ് ഒട്ടിപ്പിടിച്ചത് കേട്ടോ. നിങ്ങൾ വെക്കുമ്പോൾ ബട്ടർ പേപ്പർ വെച്ചാൽ മതി. താഴ്ഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, കണ്ടില്ലേ. ഞാൻ ബട്ടർ പേപ്പർ മാറ്റിയിട്ട് നമുക്കത് മുറിച്ചെടുക്കാം. ഞാൻ ഈ കേക്ക് മുറിക്കണില്ല, ഞാനത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇനി മറ്റേ കേക്ക് ഞാൻ ചെറുതായിട്ട് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൽ ഞാൻ ബട്ടർ പേപ്പറൊന്നും വിരിച്ചിട്ടില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചക്ക എല്ലാം താഴത്തേക്ക് പോയിട്ടുമില്ല. മുറിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണത്. ചക്ക എല്ലായിടത്തും കേക്കിൻ്റെ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ മൈദ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ താഴ്ന്നു പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, എന്തായാലും ഇഷ്ടമാവും.